നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഉള്ളുലഞ്ഞ് നാട്. മരണം 243. കാണാതായത് 240 പേരെ. രക്ഷാദൗത്യം രാവിലെ വീണ്ടും പുനരാരംഭിക്കും. പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് പോകാം. ഉള്ളുലഞ്ഞ് നാട്. മരണം 243. കാണാതായത് 240 പേരെ. ചൂരൽമലയിലേക്ക് ബെയിലി പാലവുമായി സൈന്യം. വയനാട് ദുരന്തം. വ്യാവസായിക ലോകത്തിന്റെ പിന്തുണ തേടി പി രാജി. വയനാട് ദുരന്തം. ഡിവൈഎഫ്ഐ 25 വീടുകൾ നിർമ്മിച്ചു നൽകും. 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ഒരു തവണ പോലും റെഡ് അലർട്ട് നൽകിയില്ല. പരസ്പരം പഴിചാരേണ്ട സന്ദർഭമല്ല. അമിത് ഷായ്ക്ക് മറുപടി. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുന്നുവെന്നും നാട് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വേദനയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 പ്രദേശങ്ങളും ഏറെക്കുറെ ഇല്ലാതായി. 144 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തു. 191 പേരെ കാണുവാനില്ല. ദുരന്ത മേഖലയിൽ നിന്നും പരമാവധി പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ പരമാവധി ചികിത്സ ലഭ്യമാക്കുന്നു. മാറാൻ തയ്യാറാകാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നു. 1592 പേരെ ഇതിനകം രക്ഷപ്പെടുത്തി. ഇത്രയും അധികം പേരെ ചുരുങ്ങിയ സമയത്ത് രക്ഷപ്പെടുത്താനായത് ഏകോപിതമായ അതിവിപുലമായ ദൗത്യത്തിന്റെ നേട്ടം. ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുന്നു. മന്ത്രിമാരുടെ സംഘം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ആകെ മരണം 205. ശരീരഭാഗം മാത്രം ലഭിച്ചത്. DNA പരിശോധന തുടരുന്നു. ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും നിയോഗിക്കും. ചൂരമലയിൽ പാല നിർമ്മാണം പുരോഗമിക്കുകയാണ്. നാളെ പാല നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് അറിയിച്ചത്. ദുരന്ത മേഖലയിൽ അറിയപ്പെടുന്നത് ഉപയോഗശൂന്യമായി കിടന്ന റേഷൻ കടകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കും. കേന്ദ്ര കാലാവസ്ഥയുടെ വ്യവസ്ഥത മുഖ്യമന്ത്രിക്ക് കൈമാറി. മുന്നറിയിപ്പ് പ്രകാരം ഇന്നും ഇവിടെയും അലർട്ടില്ല. 24 മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്. നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ്. ജീവിതത്തിൽ ഇനി എന്ത് എന്ന് വിറങ്ങുക വെച്ച് നിൽക്കുന്നവരാണ് അധികവും. അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. സഹായഹസ്തവുമായി എല്ലാ മേഖലകളിൽ നിന്നും സുമനസ്സുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. CMDRFിലേക്ക് MA യൂസുഫ് അലി, രവി പിള്ള, കല്യാണരാമൻ എന്നിവർ 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 5 കോടി രൂപ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ഓഫീസിൽ വന്ന് കൈമാറി. എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം CMDRFിലേക്ക് നൽകാൻ തീരുമാനിച്ചു. ഭക്ഷണവും വസ്ത്രവും മറ്റ് അവശ്യ സാധനങ്ങളും ശേഖരിക്കുന്നുണ്ട്. ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ നടക്കുന്ന വ്യാപക പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കണം. വയനാടിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചവർ അത് നിർത്തിവെക്കുന്നതിലാണ് നല്ലത്. അത് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടാൽ മാത്രം ഇനി ചെയ്താൽ മതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ എല്ലാവരും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ചൂരമലയിലുണ്ടായ ഭയാനക ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 243. ഇന്ന് പകൽ മുഴുവൻ നടത്തിയ ശക്തമായ രക്ഷാപ്രവർത്തനത്തിലൂടെ നിരവധി പേരെ രക്ഷിക്കാനും ഒരുപാട് മൃതദേഹങ്ങൾ പുറത്തെടുക്കാനും സാധിച്ചു. 94 മൃതദേഹങ്ങളാണ് ഇന്ന് പുറത്തെടുത്തത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും 200-ലേറെ പേരെ കാണാതായെന്നും അധികൃതർ അറിയിച്ചു. മുണ്ടക്കൈ രക്ഷാപ്രവർത്തനത്തിന് ശക്തമായ മഴ വെല്ലുവിളിയാണ്. മുണ്ടക്കൈ പുഴയിലേക്ക് ഒഴുക്ക് ശക്തമായെങ്കിലും സൈന്യം പാലം പണി തുടരുന്നു. കഴിഞ്ഞ ദിവസം സൈന്യം തയ്യാറാക്കിയ നടപ്പാലവും മുങ്ങി. അതേസമയം ചാലിയാറിൽ ഇന്നത്തെ തിരച്ചിൽ നിർത്തി. നാളെ രാവിലെ പുനരാരംഭിക്കും. മലപ്പുറം വാഴക്കാട് മണ്ണത്തല കടവിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം ലഭിച്ചു. നിലമ്പൂരിൽ നിന്നും മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ മേപ്പാടി ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 20 ആംബുലൻസുകൾ മേപ്പാടിയിലെത്തി. ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും 4 കിലോമീറ്റർ വരെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചുവെന്ന് KSEB കൽപ്പറ്റ ടൗണിലും പ്രധാന ആശുപത്രികളിലേക്കും ബാക്ക് ഫീഡിങ്ങിലൂടെ വൈദ്യുതി എത്തിച്ചു. വൈദ്യുതി പുനഃസ്ഥാപനത്തിന് ABC കേബിളുകളും ട്രാൻസ്ഫോമറുകളും എത്തി. ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെയും ഉരുൾപൊട്ടലിനെ തുടർന്ന് പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെയും വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചു. അവിടങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി KSEB അറിയിച്ചു. ബുധനാഴ്ച പുലർച്ചയോടുകൂടി തന്നെ ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും 4 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു. പ്രാഥമിക വിവരം അനുസരിച്ച് ഏകദേശം 3 കോടി രൂപയുടെ നാശനഷ്ടമാണ് ചൂരൽമല
മുണ്ടക്കൈ പ്രദേശത്തും മാത്രം KCBക്ക് ഉണ്ടായതായി കണക്കാക്കുന്നത്. മരിച്ചവരിൽ 86 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 73 പേർ പുരുഷന്മാരും 66 സ്ത്രീകളുമാണുള്ളത്. 18 പേർ കുട്ടികളാണ്. ഒരു മൃതദേഹത്തിന്റെ ആൺപെൺ വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ടില്ല. 147 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. 52 മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതിൽ 42 എണ്ണം പോസ്റ്റ്മോർട്ടം ചെയ്തു. 75 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 213 പേരെയാണ് ദുരന്ത പ്രദേശത്ത് നിന്നും ആശുപത്രികളിൽ എത്തിച്ചത്. ഇതിൽ 97 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു. 117 പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി. വയനാട്ടിൽ 92 പേരും മലപ്പുറത്ത് 5 പേരുമാണ് ചികിത്സയിലുള്ളത്. ചൂരൽമലയിലേക്ക് ബേലി പാലം നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ട്രക്കുകളിലേക്ക് മാറ്റി. ഡൽഹിയിൽ നിന്നും ഇന്ത്യൻ വ്യോമസേന വിമാനത്തിൽ എത്തിച്ച ഉപകരണങ്ങളാണ് ട്രക്കുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച ഉപകരണങ്ങൾ 17 ട്രക്കുകളിലായി വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. വയനാട് ഉരുൾപൊട്ടി ഉണ്ടായ ദുരന്തത്തിൽ വ്യവസായ ലോകത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ച് മന്ത്രി പി രാജീവ്. ദുരന്തത്തിൽ നിന്നും വയനാടിനെ കരകയറ്റുന്നതിനായി മുഴുവൻ വ്യവസായ ലോകവും സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നും മന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. സംസ്ഥാനത്തെ പൊതുമേഖലാ വ്യവസായശാലകൾ ഇതിനോടകം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയെന്നും ഇതിന്റെ ഭാഗമായി KMML 50 ലക്ഷം രൂപ കൈമാറിയതായും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ നിന്നും 15 വാഹനങ്ങൾ അവശ്യ സാധനങ്ങളുമായി വയനാട്ടിലേക്ക് തിരിച്ചു. ജില്ലയുടെ ഔദ്യോഗിക സംവിധാനത്തിലൂടെ 15 വാഹനങ്ങൾ അവശ്യ സാധനങ്ങളുമായി ജില്ലയിൽ നിന്നും വയനാട്ടിലേക്ക് തിരിച്ചു. ജില്ലാ പഞ്ചായത്ത് 10 വാഹനങ്ങളിലായാണ് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു വയനാട്ടിലേക്ക് അയച്ചത്. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ VK സുരേഷ് ബാബു, അഡ്വക്കേറ്റ് T. സരള, അഡ്വക്കേറ്റ് KK രത്നകുമാരി, അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ B. രാധാകൃഷ്ണൻ, ചലച്ചിത്ര താരം സന്തോഷ് കിയാറ്റൂർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേഷൻ 3 വാഹനങ്ങളിലായും തലശ്ശേരി, കണ്ണൂർ താലൂക്കുകൾ ഓരോ വാഹനങ്ങളിലുമായാണ് ദുരിതാശ്വാസ സാധനങ്ങൾ കൈമാറിയത്. കണ്ണൂർ താലൂക്ക് ഓഫീസിൽ നടന്ന ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ ജില്ലാ കളക്ടറും അസിസ്റ്റന്റ് കളക്ടറും ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറും പങ്കെടുത്തു. വിവിധ വ്യക്തികളും സംഘടനകളും അവശ്യ വസ്തുക്കളായ വസ്ത്രങ്ങൾ, കുടിവെള്ളം, സാനിറ്ററി പാഡ്, പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, അരി, പയർവർഗ്ഗങ്ങൾ, തേയിലപ്പൊടി, പഞ്ചസാര മുതലായവ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി ഏർപ്പെടുത്തിയ സംഭരണ കേന്ദ്രങ്ങൾക്ക് കൈമാറുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കാലവർഷം ജില്ലയിൽ ബുധനാഴ്ച 4 താലൂക്കുകളിലെ 18 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 815 അംഗങ്ങൾ. ജില്ലയിൽ കാലവർഷത്തെ തുടർന്ന് ബുധനാഴ്ച 4 താലൂക്കുകളിലെ 18 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 215 കുടുംബങ്ങളിലെ 815 അംഗങ്ങൾ കഴിയുന്നു. ഏറ്റവും കൂടുതൽ ക്യാമ്പ് തലശ്ശേരി താലൂക്കിലാണ്. ഇവിടെ 12 ക്യാമ്പുകളിലായി 153 കുടുംബങ്ങളിലെ 537 പേർ കഴിയുന്നു. ഇരിട്ടി താലൂക്കിൽ 4 ക്യാമ്പുകളിലായി 49 കുടുംബങ്ങളിലെ 247 കുടുംബങ്ങൾ കഴിയുന്നു. തളിപ്പറമ്പ് താലൂക്കിൽ 1 ക്യാമ്പിലായി 11 കുടുംബങ്ങളിലെ 24 അംഗങ്ങൾ കഴിയുന്നു. കണ്ണൂർ താലൂക്കിൽ 1 ക്യാമ്പിലായി 2 കുടുംബങ്ങളിലെ 7 പേർ കഴിയുന്നു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സംസ്ഥാനത്ത് പലയിടത്തും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ അതത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെടുന്നവർക്ക് DYFI 25 വീടുകൾ നിർമ്മിച്ചു നൽകും. DYFI പ്രവർത്തകരിൽ നിന്നും മാത്രം സംഭാവന സ്വീകരിച്ചാകും ഇതിനായുള്ള ഫണ്ട് കണ്ടെത്തുക. സംസ്ഥാന ഭാരവാഹികൾ ഇത് അറിയിച്ചിട്ടുണ്ട്. സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതിയുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തിക്കുക. ദുരന്തമുഖത്ത് പ്രവർത്തിക്കാൻ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള DYFI പ്രവർത്തകർ സന്നദ്ധരായി നിൽക്കുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി PK സനോജും പ്രസിഡന്റ് V വസീഫും പറഞ്ഞു. സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ഇന്നലെ മുതൽ DYFI പ്രവർത്തകർ ദുരന്തമുഖത്തുണ്ട്. ദുരന്തത്തെ അതിജീവിക്കാൻ മറ്റു സംഘടനകൾക്കൊപ്പം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. അമിത്ഷാ പറയുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണെന്നും അതെല്ലാ കാലത്തും കേരളത്തിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ടെന്നതാണ് വസ്തുതയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരസ്പരം പഴിചാരേണ്ട ഒരു സന്ദർഭമായി ഇതിനെ എടുക്കുന്നില്ല. ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ചോദിച്ചിട്ടുള്ളത്.
വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ചും. നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ. അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ട് ആണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത്. 115-നും 204 മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. എന്നാൽ എത്ര മഴയാണ് പെയ്തത്? ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 372 മില്ലിമീറ്റർ മഴയാണ് ആ പ്രദേശത്ത് ആകെ പെയ്തത്. 48 മണിക്കൂറിനുള്ളിൽ 572 മില്ലിമീറ്റർ മഴയാണ് ആകെ പെയ്തത്. മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത്. ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അപകടമുണ്ടായതിനു ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് റെഡ് അലർട്ട് ആ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. അവർ 29-ന് നൽകിയ മുന്നറിയിപ്പ് ഇവിടെ കാണിക്കാം. ഇതിൽ 4 തരം മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണത്. ജൂലൈ 23 മുതൽ ജൂലൈ 28 വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലും അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലർട്ട് പോലും നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. മറ്റൊരു കേന്ദ്ര സർക്കാർ ഏജൻസിയായ കേന്ദ്ര ജല കമ്മീഷനാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം. എന്നാൽ ജൂലൈ 23 മുതൽ 29 വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല. ഇതെല്ലാമാണ് വസ്തുത. അപ്പോൾ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളായാണ് വരുന്നത്. കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ NDRF സംഘത്തെ ലഭ്യമാക്കിയിരുന്നു. 9 NDRF സംഘം വേണമെന്ന ആവശ്യമാണ് കേരളം ഉന്നയിച്ചത്. വയനാട് ജില്ലയിൽ ഇതിൽ ഒരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വന്ന മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണം. ഇങ്ങനെയെല്ലാം പ്രശ്നമുണ്ടാകുമ്പോൾ ആരുടെയെങ്കിലും പെടലിക്കിട്ടിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയത് കൊണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? കേന്ദ്ര ഗവൺമെന്റും ഇക്കാര്യം ഗൗരവമായി ആലോചിക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടത്. ആവർത്തിച്ചു പറയുകയാണ്, ഇതൊന്നും സാധാരണ രീതിയിൽ പഴിചാരേണ്ട ഘട്ടമല്ല. ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ. ആ ഹതാശരായ ജനങ്ങൾ നിരാലംബരായി കഴിയുകയാണ്. അവരെ സഹായിക്കുക, രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക, മണ്ണിനടിയിൽ കിടക്കുന്നവരെ അടക്കം കണ്ടെത്തുക, അതിന് കൂട്ടായ ശ്രമം നടത്തുക, ആ പ്രദേശത്തെ വീണ്ടെടുക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, അവിടെ നഷ്ടപ്പെട്ടു പോയ ഗ്രാമത്തെ വീണ്ടെടുക്കുക. ഇതിനെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ പരമപ്രധാനം. ഇതിനാണ് സംസ്ഥാന സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത്. അതിന് എല്ലാവരും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്. മുഖ്യമന്ത്രി വിശദീകരിച്ചു. തമിഴ്നാട് പ്രഖ്യാപിച്ച 5 കോടി മുഖ്യമന്ത്രിക്ക് കൈമാറി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് പ്രഖ്യാപിച്ച 5 കോടി രൂപ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. തമിഴ്നാട് പൊതുമരാമത്ത് തുറമുഖം വകുപ്പ് മന്ത്രി EV വേലുവാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തമിഴ്നാടിന്റെ സംഭാവന കൈമാറിയത്. അതേസമയം പ്രകൃതിക്ഷോഭത്തിന്റെ ഫലമായി നടന്ന ഉരുൾപൊട്ടലിൽ വയനാടിന് കൈത്താങ്ങായി മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും പ്രമുഖ വ്യവസായിയായ CP സാലിയുടെ CP ട്രസ്റ്റും സംയുക്തമായാണ് ദുരന്ത നിവാരണത്തിനായി വയനാട്ടിലേക്ക് പുറപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഉരുൾപൊട്ടലിൽ നിരവധി നാശനഷ്ടങ്ങളാണ് വയനാട് ജില്ലയിൽ സംഭവിച്ചത്. തൽഫലമായി ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമാകാൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ CP ട്രസ്റ്റിന്റെ സഹായത്തോടെയാണ് ദുരന്ത നിവാരണത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നത്. ആംബുലൻസ് സർവീസ്, പ്രഥമ ശുശ്രൂഷ മരുന്നുകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ, ആവശ്യമായ പാത്രങ്ങൾ, കുപ്പിവെള്ളം, കുടിവെള്ള ടാങ്കർ മുതലായ ആവശ്യ സാധനങ്ങളുമായാണ് കെയർ ആൻഡ് ഷെയറും CP ട്രസ്റ്റും സംയുക്തമായി പുറപ്പെടുന്നത്. KSFE 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. KSFE മാനേജ്മെന്റും ജീവനക്കാരും ചേർന്നാണ് തുക സ്വരൂപിക്കുന്നത്. സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസൃതമായി വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ KSFEയും പങ്കാളിയാകും. മാലിന്യം തള്ളുന്നതിനിടെ ലോറി പിടിയിൽ. വളപട്ടണം. ലോറിയിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതിനിടെ ലോറിയും ഡ്രൈവറും പിടിയിൽ. ലോറി ഡ്രൈവർ കണ്ണൂർ സിറ്റി മരക്കാർക്കണ്ടിയിലെ M നിസാറിനെയാണ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ വളപട്ടണം പാലത്തിന് സമീപം വെച്ച് KL 13 AQ 6485 നമ്പർ മത്സ്യവണ്ടിയിൽ നിന്നും മലിനജലം വാൾവ് തുറന്ന് റോഡരികിലൂടെ പുഴയിലേക്ക് തുറന്നുവിടുന്നതിനിടെയാണ് വളപട്ടണം SI TM വിപിനും സംഘവും പിടികൂടിയത്. ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദീദു, സാത്തു, കൊട ഇങ്ങനെ ആക്കിയാൽ കൊട പൊട്ടിപ്പോകൂലേ? ഇല്ല, ഒരിക്കലും പൊട്ടില്ല. ഈ ചാലോടെ സ്ഥിതിയായിട്ടുണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാണ്.